നമ്മുടെ നാട്ടിൽ അതിര് തർക്കങ്ങളും മരം വളർന്ന് ചില്ലകൾ വീഴുന്ന തർക്കങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. അതിൽ തന്നെ പോലീസ് സ്റ്റേഷൻ കയറുന്നതും കോടതി കയറുന്നതും സർവ്വസാധാരണമാണ്. അതിനിടയിലാണ് ഒരു തെങ്ങ് മുറിക്കണമെന്ന ആവശ്യമായി ഹൈക്കോടതി കയറുന്നത്. ഹൈക്കോടതി വരെ കയറിയ തെങ്ങ് പറയുക, ഞാനാണ് കോടതി കയറിയ തെങ്ങ്, നാടിന്റെ കൽപ്പവൃക്ഷം, എന്റെ പേരിൽ ഇനി തർക്കം വേണ്ടെന്നും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണമെന്നുമാണ് ഹൈക്കോടതി നിർദ്ദേശം. അതിൽ സന്തോഷമുണ്ട്. എന്നെ മുറിച്ചു മാറ്റാൻ വേണ്ടിയുള്ള കേസിൽ എൻ്റെ ഉടമയ്ക്കും അയൽക്കാരനും ഒരുപാട് പണം ചെലവായി. കോടതി സൂചിപ്പിച്ചതുപോലെ എനിക്ക് ചിരിയാണ് വന്നത്. എൻ്റെ ഫലം മൊത്തം ഉള്ളിലാക്കിയവരാണ് എന്നെ കോടതി കയറ്റിയത്. കോടതി കയറ്റം വഴി ഉൾപ്പെടെ തനിക്ക് ചെലവായ പണം അത് നൽകിയാൽ എന്നെ മുറിച്ചു മാറ്റാമെന്നാണ് ഉടമ ഇപ്പോൾ പറയുന്നത്. എന്നെ മുറിച്ചു മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നയാളുടെ മനസ്സു മാറി അനുരഞ്ജന പാതയിലേക്ക് വന്നാൽ നിറയെ കുലച്ച് ഞാൻ ഇനിയും ജീവിക്കും. കരകുളം പുരവൂർക്കോണം സ്വദേശി രഞ്ജിത്തിന്റെ വീട്ടുമുറ്റത്താണ് ഈ വിവാദ തെങ്ങ് നിൽക്കുന്നത്. അയൽവാസി ആർ ഗോപിനാഥാണ് പരാതിക്കാരൻ. തെങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഒത്തുതീർപ്പിനായി നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ബൈബിൾ വചനം ഓർമ്മിപ്പിച്ചാണ് ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചത്. 3.5 വർഷമായി തുടരുന്ന തർക്കമാണ്. തേങ്ങയും ഓലയും ഒക്കെ തന്റെ വീട്ടുവളപ്പിലേക്ക് വീഴുന്നുവെന്നായിരുന്നു ഗോപിനാഥന്റെ പരാതി. തേങ്ങയും മറ്റും അയലത്ത് പതിക്കാതിരിക്കാൻ രഞ്ജിത്ത് കമ്പിയോല വരെ സ്ഥാപിച്ചു. ഇതിനുശേഷവും തെങ്ങ് മുറിച്ചു മാറ്റണമെന്നുള്ള ആവശ്യം ആവർത്തിക്കുകയായിരുന്നു ഗോപിനാഥ്. തർക്കത്തിന് മുമ്പ് ഇരുവരും കൂട്ടായിരുന്നു, നല്ല സുഹൃത്തുക്കളായിരുന്നു. പിണങ്ങുമ്പോഴാണല്ലോ കേസും വഴക്കുമൊക്കെ വരുന്നത്. ഹൈക്കോടതി കേസ് തീർപ്പാക്കിയെങ്കിലും ഉത്തരവിന്റെ കോപ്പി കിട്ടിയിട്ടില്ലെന്ന് നിലപാട് ആലോചിച്ച് തീരുമാനിക്കുമെന്നും ഗോപിനാഥ് പറയുന്നു. തെങ്ങിന് വല സ്ഥാപിക്കാനും കേസ് നടത്തിപ്പിനും ഒക്കെയായി കുറെ പണം ചെലവായി. ആ നഷ്ടം ഗോപിനാഥ് തന്നാൽ തെങ്ങ് മുറിക്കുന്ന കാര്യം ആലോചിക്കാമെന്നാണ് രഞ്ജിത്തിന്റെ നിലപാട്.